ഇവിടെ വന്നു. ചേച്ചി ഒരു കലാകാരിയാന്ന് ആദ്യം നമുക്ക് മനസ്സിലായത്. പ്രേക്ഷകർക്ക് ഇറങ്ങി നിൽക്കും, നാണം വരുന്നത്. ഓ, ഇതെന്താ സംഭവം? ചങ്ങനാശ്ശേരി സംഗീതയുടെ വിഷുക്കണി കാണണോ? 1 2 3 ഓട്ടെ കയറണോ? ഇങ്ങോട്ട് പോരെ. അത്ര ചാടണമെന്നുണ്ട്, പക്ഷെ സെക്യൂരിറ്റി സമ്മതിക്കത്തില്ല. കൂട്ടുകാരെ നോക്കാം, ഇതിങ്ങനെ കറക്കുവാണെങ്കിൽ. ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിഷം നമ്മളെന്താ SP കോളേജ് ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. അപ്പം എൻ്റെ പ്രിയപ്പെട്ട പൊന്നു കൂട്ടുകാരെ, നമ്മൾ ചങ്ങനാശ്ശേരി കാഴ്ചകൾ, അതായത് ട്രാവലിംഗ് തോട്ട്സിന്റെ ചങ്ങനാശ്ശേരി കാഴ്ചകൾ എപ്പിസോഡ് 5 തുടങ്ങുകയാണ്. ഇത്രയും ദിവസത്തെ എപ്പിസോഡുകൾ നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെയുള്ള കമന്റുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിച്ചു. നല്ല നല്ല അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമാണ് ട്രാവലിംഗ് തോട്ട്സിനും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇന്നത്തെ കാഴ്ചകൾ ഒരു പ്രത്യേകതയുണ്ട്. ഒരുപാട് നാട്ടുകാഴ്ചകളുണ്ട്. അതിനിടയിൽ 2 വലിയ സർപ്രൈസുകൾ നിങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഒന്ന് ഓക്സിജൻ, രണ്ടാമത് സംഗീത ഗിഫ്റ്റ് ഹൗസ്. പൊന്നെ, ഒരു രക്ഷയില്ല. നിങ്ങൾ ഈ വീഡിയോ, അതായത് എപ്പിസോഡ് 5 എന്ന് മാത്രമേ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്തില്ല. ഈ എപ്പിസോഡ് 5 പ്രത്യേകിച്ചും സ്കിപ്പ് ചെയ്യാതെ കാണണം. ഒരുപാട് സർപ്രൈസുകൾ. ഇന്ന് പറഞ്ഞ പോലെ തന്നെ കുസൃതി ചോദ്യങ്ങളും ഉണ്ട് കേട്ടോ. ഈ കുസൃതി ചോദ്യങ്ങൾക്കൊക്കെ ശരിയുത്തരം പറഞ്ഞവർക്ക് സമ്മാനങ്ങൾ നൽകുന്നത് പതിവ് പോലെ മൈസൂർ ഗോൾഡാണ്. മൈസൂർ ഗോൾഡിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം, എന്നിരുന്നാലും ഞാനൊന്ന് പറയാം. കേരളത്തിൽ ആരുടെയും സ്വർണം അതേത് ബാങ്കിൽ പണയൊരുക്കുന്നതാണെങ്കിലും ഇപ്പോൾ ഈ മാർക്കറ്റിൽ കിട്ടുന്ന ഉയർന്ന നിരക്കിൽ അതെടുത്ത് വാങ്ങുവാനും വിൽക്കുവാനും മൈസൂർ ഗോൾഡ് നിങ്ങളെ സഹായിക്കുന്നു. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, 25 വർഷത്തെ സേവന പാരമ്പര്യമുള്ള മൈസൂർ ഗോൾഡിന് പൊൻകുന്നം, കാഞ്ഞിരപ്പള്ളി, കൊടുങ്ങൂർ എന്നീ 3 സ്ഥലങ്ങളിലും ബ്രാഞ്ചസ് ഉണ്ട്. പിന്നെ ഇത് മാത്രമല്ല, കേരളത്തിലുടനീളം എവിടെയും മൈസൂർ ഗോൾഡിന്റെ സേവനം നിങ്ങൾക്ക് ലഭ്യമാണ്. അപ്പം ചങ്ങനാശ്ശേരി കാഴ്ചകളുടെ എപ്പിസോഡ് 5 നമ്മൾ യാത്ര ആരംഭിക്കുകയാണ്. പോവാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മളിങ്ങനെ ചങ്ങനാശ്ശേരിയോട് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു വന്നപ്പോൾ ഒരു കട കണ്ടു. ആ കടയിൽ ആ ചേട്ടൻ എപ്പോഴും ചിരിയാണ്. ആ ചിരി കണ്ടപ്പോൾ എനിക്ക് പുള്ളി ഒന്ന് പരിചയപ്പെടണം. ഇവിടുത്തെ വിശേഷങ്ങളായി ചങ്ങനാശ്ശേരിക്കാരാണ് തോന്നുന്നു. നമുക്ക് നോക്കാം. വാ ചേട്ടായി, നമസ്കാരം. എന്നോട് വിശേഷം? സന്തോഷമായിട്ടിരിക്കുന്നു. എന്റെ പേര് അബി. അബി അബി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എനിക്ക് അബിക്കയെ ഓർമ്മ വന്നേ. കാരണം മിമിക്രി ചെയ്യുന്നോണ്ടേ. മിമിക്രി സുൽത്താനാണ് അബിക്ക. ചങ്ങനാശ്ശേരിക്കാരനാണോ? എത്ര നാളെ കട തുടങ്ങിയിട്ട്? കട നമ്മുടെ മാമനുള്ള കാലത്തുള്ളതാണ്. ഇവിടെ ഇറങ്ങി 46 വർഷമായിട്ടുള്ള കടയാണ്. ഇവിടെ ഇറങ്ങി നിൽക്കും, നാണം വരുന്നത്. അപ്പം ഈ ചങ്ങനാശ്ശേരിക്കാരനാന്ന് പറഞ്ഞു. ചങ്ങനാശ്ശേരിയുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. എങ്ങനെയുണ്ട് ചങ്ങനാശ്ശേരി? ചങ്ങനാശ്ശേരി എന്ന് പറയുന്നത് ഏറ്റവും നല്ല സ്ഥലമല്ലേ? മതസൗഹാർദ്ദത്തിന്റെ ഏറ്റവും പ്രതീകമായ ഒരു സ്ഥലം. സൗഹാർദ്ദം. അത് നമ്മള് 5ാമത്തെ എപ്പിസോഡാണ്. ഈ എപ്പിസോഡിൽ 1 തൊട്ട് 5ാമത്തെ എപ്പിസോഡ് വരെ എല്ലാവരും പറഞ്ഞ ഒറ്റ കാര്യമാണ് ചങ്ങനാശ്ശേരിയെ കുറിച്ച്: മത സൗഹാർദ്ദം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ചങ്ങനാശ്ശേരിയിലെ ഒരു അത്ഭുതം നിങ്ങളെ കാണിക്കാൻ പോവാണ്. ഇതേ കാണ്, സംഗീത ഗിഫ്റ്റ് ഹൗസ്, സംഗീത ഫുഡ് ഫേസ്, സംഗീത ടെക്സ്റ്റൈൽസ്. പിന്നെ നമുക്ക് ആദ്യം ഗിഫ്റ്റ് ഹൗസിലേക്ക് പോവാം. എന്നിട്ട് അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് നേരിട്ട് കണ്ടറിയാം. ഓക്കെ അല്ലേ? വാ. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അതുകൊണ്ടോ കൈത്തറി സംഗീത, അതായത് സംഗീതയുടെ കൈത്തറി സെക്ഷനാണ്. നമുക്ക് ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും കാണാം. വാ. പ്രിങ്കിൾസ്, കിറ്റ്കാറ്റ്, കാര്യങ്ങൾ. ആഹാ, കുറെ സാധനങ്ങളുണ്ടല്ലോ ഇവിടെ. അല്ല വേണ്ട, ഇവിടെ മൊത്തം ക്യാമറയാ പ്രേക്ഷകരെ. എന്നെ പിടിക്കും. അപ്പോൾ പ്രിയ പ്രേക്ഷകരെ, കൂട്ടുകാരെ, കണ്ടോ, ഒരു എയർപോർട്ടിലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് പോലെ നല്ല വൈബല്ലേ ഇത്? അടിപൊളിയല്ലേ? ഇനി കാണാൻ കിടക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. ഇത് കാണാൻ വേണ്ടി ഒരാളെ തപ്പണം. ഇങ്ങനെ നടക്കുമ്പോൾ. ഹലോ, നമസ്കാരം. എന്റെ പേര് ആദിൽ. ഇവിടുത്തെ കാര്യങ്ങളെ കുറിച്ച് ഒന്നും നമ്മുടെ പ്രേക്ഷകരോട് സംസാരിക്കാം. നമ്മളെ ആദിലിനെ കിട്ടിയിട്ടുണ്ട്. വാ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. ഈ മുട്ട ചോക്ലേറ്റ്സ് കൂടുതലും ഇമ്പോർട്ടഡ് ചോക്ലേറ്റ്സ് ആണ്. ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളതും
ഇതൊക്കെയാണ് ഫെറോറോ റോഷർ, ലിൻഡ്, ജുവൽസ്, ക്വാളിറ്റി സ്ട്രീറ്റ്. പിന്നെ ഇതൊക്കെയാണ് ബിസ്ക്കറ്റ് ആണ് ഏറ്റവും കൂടുതൽ. ഇതൊക്കെ ഇമ്പോർട്ട് ചെയ്ത സാധനങ്ങൾ, ടോപ്പിക്സ്. അതെ, ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, ഈ സംഭവം ഇതെന്ന് പറയുമ്പോൾ സംഗീതയുടെ ലോഗോ ആണ് ഈ ഒരു ഷേപ്പ്. അതില് ഇവിടെ ചോക്ലേറ്റ്സിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടല്ലോ. ഒരുപാട് കളക്ഷൻ, ഓരോ കമ്പനിയുടെ ഓരോ ടൈപ്പ് ചോക്ലേറ്റ്സ്, എല്ലാ ബ്രാൻഡ്സും ഉണ്ട്. ബിസ്ക്കറ്റ്സ്, വേഫർ റോൾസ്, വേഫേഴ്സ്. അതില് ഗിഫ്റ്റ് ബോക്സ് ഇതൊക്കെയാണ് പ്രീമിയം ടൈപ്പ് ഗിഫ്റ്റ് ബോക്സ് ആണ്. അല്ലെങ്കിൽ വാച്ച് ബോക്സ് ഉണ്ട്. വാച്ച് ബോക്സ് ഉണ്ട്. കാണിച്ച് നമ്മുടെ പ്രേക്ഷകർ കാണിക്കേണ്ടത് വാച്ച് ബോക്സ് ഉണ്ട്. എന്റെ പൊന്നുകൂട്ടുകാർ, ഇവിടെ വാച്ചിന്റെ ഒരു ലോഡ് കളക്ഷൻ ഇവിടെ ഉണ്ട്, ലേഡീസിന്റെ ജെന്റ്സിന്റെ. ഇത് കേട്ടോ, നോക്കി അടിപൊളി. അതിലെ ഇവിടെ പെർഫ്യൂമിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടല്ലോ. ഇതാണ് നമ്മുടെ പെർഫ്യൂമിന്റെ സെക്ഷൻസ്. ഇന്റർനാഷണൽ ബ്രാൻഡ്സിന്റെ തൊട്ട് നോർമൽ ബ്രാൻഡ്സിന്റെ വരെ പെർഫ്യൂംസ് ഇവിടെ ലഭിക്കും. ഉണ്ട്. പെർഫ്യൂംസും ഈ ഒരു സെക്ഷനിലാണ്. ഒന്ന് കാണിക്കാവോ? എന്റെ പൊന്ന, അതിലെ വളയുടെ, കമ്മലിന്റെ, ക്ലിപ്പിന്റെ ഒരു ലോഡ് കളക്ഷൻസ് ആണ് ഇവിടെ കിടക്കുന്നത്. എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ഗേൾസിനും പറ്റിയ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. അമ്മച്ചിമാർക്ക് വരെയുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെയാണ് നമുക്ക് കോസ്മെറ്റിക്സിന്റെ ഫുൾ ഒരു സെക്ഷൻ ആണ് ഇവിടെ. എങ്ങനെയുണ്ട് ഇവിടുത്തെ കളക്ഷൻസും കാര്യങ്ങളും? നല്ല കളക്ഷൻസ് ആണ്. ഞാൻ എപ്പോഴും മിക്കപ്പോഴും തന്നെ ഇവിടെ തന്നെ വരാറ്. ഇവിടെ വന്നാണ് എല്ലാം സെലക്ട് ചെയ്യാറ്. ഇനി നമുക്ക് മുകളിലോട്ട് പോയാലോ? മുകളിലാണ് കുറെ ടൈപ്പ് ഗിഫ്റ്റ് ഐറ്റംസ്, അതുപോലെ തന്നെ കുറെ ഒരു സാധനമാണ് മുകളിലത്തെ ഫ്ലോറിൽ. ഇതെന്താ സംഭവം? ചങ്ങനാശ്ശേരി സംഗീതയുടെ വിഷുക്കുണി കാണണോ? 1 2 3. നമ്മുടെ കൃഷ്ണ ഭഗവാൻ, ബുദ്ധ ഭഗവാൻ, ഇത്രയും മനോഹരമായിട്ടുള്ള ഈ രൂപങ്ങൾ ഇവിടെ എങ്ങനെ വന്നു? അത് നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് ഈ സാധനം വേണമെങ്കിൽ സംഗീതം വരാം. ഇതുപോലത്തെ കുറെ കളക്ഷൻസ് നമുക്കുണ്ട്. പ്രേക്ഷകരെ, ഇത് കണ്ടു, നമ്മുടെ ക്രിസ്തുവിന്റെ അന്ത്യത്താഴം എന്നാ വർക്കാന്ന് നോക്കി. അയ്യോ, മറിഞ്ഞു പോയില്ല. ഇതുണ്ടോ, ജോസ് പ്രകാശ് സാറൊക്കെ ഓടിച്ച വണ്ടിയാ തോന്നുന്നു അല്ലേ? ഈ ബുദ്ധ ഭഗവാന്റെ ഈ രൂപത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഇത് മലേഷ്യൻ മെയ്ഡാണ്. കണ്ടോ, നോക്കിയേ. കൂട്ടുകാരെ, ഇതേ ഫ്ലവർ വേസിന്റെ ഒരു പൂക്കാലം. ഇവിടെ നിന്നല്ല, ഇതാ ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ടോ, ഓടിയോ. ഇത് കണ്ടോ, അടിപൊളി. ഇതേ ബുദ്ധ ഭഗവാന്റെ പല രീതിയിലുള്ള രൂപങ്ങൾ കണ്ടോ. ഈ ക്ലോക്കിന്റെ പേര് ഗ്രാൻഡ് ഫാദർ ക്ലോക്ക് എന്നാ. ഗ്രാൻഡ് ഫാദർ ക്ലോക്ക്, അതെ, മുത്തച്ഛൻ ക്ലോക്ക്. അതെ, ഇത് തീർന്നോ? ഇനി മുകളിൽ ടോയ്സ്, ബാഗ്സ്, അങ്ങനെ കുറെ കളക്ഷൻസ് ഇനിയും കാണാനുണ്ട്. അപ്പൊ ഇനിയും പ്രേക്ഷകരെ കാണാനുണ്ട്. എയർപോർട്ടിലെ നമ്മുടെ ഒരു ഡ്യൂട്ടി ഫ്രീക്കകത്ത് കയറത്തില് എന്ന് പറഞ്ഞ പോലാണ്. ധൈര്യമായിട്ട് വാ. അപ്പൊ എന്നിരുന്നാലും അതിലേടാ വരാ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ നമ്മുടെ ചരിത്ര പ്രസിദ്ധമായ SB കോളേജിന്റെ പ്രധാന ഗേറ്റാണിത്. ഇവിടെ ചെറിയൊരു പാർക്കുണ്ട്, അതും നമുക്ക് കാണാം. SB കോളേജിന്റെ കവാടം. ഒരുപാട് പ്രശസ്തരായ ആൾക്കാർ പഠിച്ചിറങ്ങുകയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയും ഈ പഠിക്കാൻ വരികയും ചെയ്യുന്ന വലിയൊരു കോളേജാണ്. ഇവിടെ ചെറിയൊരു പാർക്കുണ്ടേ, അപ്പോൾ കാണാവേ. അങ്ങോട്ട് നോക്കിയാൽ കാണിക്കാവേ. അപ്പോൾ കൂട്ടുകാരെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ചങ്ങനാശ്ശേരി നഗരസഭ മുനിസിപ്പൽ പാർക്കിലാണ്. മക്കളെ, നമുക്ക് ഇവിടുത്തെ വൈബ് ഒന്ന് കണ്ടാലോ? വരും. സുഹൃത്തുക്കളെ, ഇത് കണ്ടോ, ഇതാണ് മുനിസിപ്പൽ പാർക്ക്. കണ്ടോ, ഒരുപാട് കുട്ടികളൊക്കെ കേട്ടോ, അവിടെ കായലുണ്ട്. ഒരുപാട് കുട്ടികളും ആൾക്കാരും എല്ലാം ഇവിടെ നല്ല സന്തോഷത്തോടെ നല്ല വൈബിലാണ് എല്ലാവരും ഇരിക്കുന്നത്. നമുക്ക് അവിടെ കയറി ഒന്ന് കണ്ടാലോ? വാ. അപ്പൊ കൂട്ടുകാരെ, നമ്മൾ പാർക്കിനുള്ളിൽ കിടന്നിരിക്കുകയാണ്. നമ്മുടെ ഒരു ചങ്ക് സെക്യൂരിറ്റി ചേട്ടനെ കിട്ടിയിരിക്കുകയാണ്. നമ്മുടെ എന്താ പേര്? തമ്പി. തമ്പി ചങ്ങനാശ്ശേരിക്കാരനാണോ? ചങ്ങനാശ്ശേരി. എങ്ങനെയുണ്ട് ചങ്ങനാശ്ശേരി? ചങ്ങനാശ്ശേരി നല്ല സൂപ്പർ സ്ഥലം ആണോ? ആദ്യം തന്നെ സലാം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഒരു കൂട്ടുകാരൻ ഏതാണ്ട് ഇവിടെ ഇരിപ്പുണ്ട്. വാ, ഇനി കാണാൻ ഇഷ്ടം പോലെ കാഴ്ചയുണ്ട്. വാ. ജ്യൂസ്, ലൈമ്, ഫ്രൂട്ട് സലാഡ്, ഇതേണ്ട എന്നാ രസമെന്നറിയോ? സത്യം പറഞ്ഞാൽ നല്ല ചൂടുണ്ട്. ഈ കായൽ കാണുമ്പോൾ എടുത്ത് അടിയാലെന്ന് ഇങ്ങനെ ആലോചിക്കുക. ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്, ഒരുപാട് ആൾക്കാർ.
അപ്പോൾ ഇവിടെ ബോട്ട് സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. ഇവിടെ ലൈഫ് ജാക്കറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതുവഴി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബോട്ടിൽ കയറി യാത്ര ചെയ്യാം. കണ്ടോ എന്താ രസം നോക്കി. ആഹാ, ബോട്ടെ കയറണോ? ഇങ്ങോട്ട് പോരേ, ചങ്ങനാശ്ശേരിക്ക് പോരേ ബോട്ടെ കയറണമെങ്കിൽ. അടിപൊളി, എന്താ വൈബ്. അപ്പോൾ കൂട്ടുകാരെ, ഇവിടെ ഒരുപാട് ആൾക്കാർ എന്താ പറയുക, ഒരു വിശ്രമത്തിന് വേണ്ടി ഒരുപാട് ജ്യൂസൊക്കെ കുടിച്ച് ഇങ്ങനെ നല്ല മനസ്സമാധാനത്തോടെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു വൈബ് സ്ഥലമാണ്. അതാണ് നിങ്ങളെ കാണിക്കാൻ. ചങ്ങനാശ്ശേരി വന്നാൽ ഇത് നിങ്ങൾ കാണാതെ പോകരുത്. അത് വേറെ കാര്യം. കണ്ടോ, എല്ലാവരും നല്ല കാം ആൻഡ് ക്വയറ്റായിട്ട് ഇരിക്കുന്ന സ്ഥലമാണ്. കണ്ടോ എന്താ രസം. ഇത് ഊഞ്ഞാല്. അയ്യോ, ഞാൻ ഇച്ചിരി നേരം മിസ്റ്റർ ഡയറക്ടർ ആൻഡ് ക്യാമറാമാൻ ഇച്ചിരി നേരം ഇവിടെ കിടന്ന് ഉറങ്ങിക്കോട്ടെ. ആഹാ, എന്താ രസം. കൂട്ടുകാർ, നിങ്ങളെ ഇതുണ്ടോ, വേറൊരു കാഴ്ച ഉണ്ടോ? കണ്ടോ എന്നാ രസമാണെന്ന് നോക്കി. ഇതിനകത്തോട്ട് ചാടണമെന്നുണ്ട്, പക്ഷെ സെക്യൂരിറ്റി സമ്മതിക്കത്തില്ല. എന്നാ ചെയ്യാൻ പറ്റും? അയ്യ, എൻ്റെ അമ്മച്ചിയേ, ഇതിനകത്തോടെ കയറി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അമ്മച്ചേ, നല്ല രസം. സത്യം പറഞ്ഞ ഈ പാർക്കിനുള്ളിൽ എന്താ രസം പറയും. ഭയങ്കര വൈബും കാര്യങ്ങളും എല്ലാം. എന്റെ അമ്മച്ചേ, ഡ്രാഗൺ ഡ്രാഗൺ. ഇത് കണ്ടോ, ഇവിടെ കയറുമ്പോൾ തന്നെ കിഡ്സ് സോണുണ്ട്, ഹെൽത്ത് സോണുണ്ട്, ഐസ്ക്രീം, പിന്നെ പാർക്ക് യാർഡ്, കഫേ, ബോട്ടിങ്. ബോട്ടിങ്ങാണ് മെയിൻ ഇവിടുത്തെ. മുമ്പ് കാണിച്ചായിരുന്നു. പിന്നെ പോപ്കോൺ, റൈഡിങ് ഏരിയ, ടോയ്ലറ്റ്, എല്ലാ കാര്യങ്ങളും ഇവിടെ ലഭ്യമാണ്. ധൈര്യമായിട്ട് പോരെ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളിങ്ങനെ ചങ്ങനാശ്ശേരിയോട് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് വന്നപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു സർപ്രൈസ് തരാൻ പോവാണ്. സർപ്രൈസ് എന്ന് പറഞ്ഞാൽ അത് ചെറുതായി പോകും. ഒരു ബിഗ് സർപ്രൈസ്. അതുക്കും മേലെ ചങ്ങനാശ്ശേരിയുടെ ശ്വാസം, ചങ്ങനാശ്ശേരിയുടെ മാത്രമല്ല കേരളത്തിന്റെ മുഴുവൻ ശ്വാസം, മലയാളികളുടെ മുഴുവൻ ശ്വാസം ഏതാണ്? നിങ്ങൾക്ക് കാണണോ ആ സർപ്രൈസ് എന്താ? ദേ നോക്ക്, ഓക്സിജൻ. ഇവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളും ആണ് നമ്മൾ കാണാൻ പോകുന്നത്. നമുക്ക് അതിനുള്ളിലേക്ക് പോയാലോ? വാ, അപ്പോൾ ഇഷ്ടം പോലെ സംഭവങ്ങൾ കിടക്കുക. വാ, ഇന്നൊന്നും തീരത്തില്ല. വായോ. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഓക്സിജൻ, ചങ്ങനാശ്ശേരി ഓക്സിജന്റെ ഉള്ളിൽ എത്തിയിരിക്കുകയാണ്. ആദ്യം ഒരു കാര്യം പറയാം. ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട ഒരുപാട് വിവരങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പറ്റും. ആദ്യം ഇങ്ങോട്ട് നോക്കി, എന്താ കളർ, എന്താ വൈബ്. ഇതിക്ക് മേലെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. ഇവിടുത്തെ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് പറഞ്ഞു തരാൻ വന്ന ആളാണ്. പരിചയപ്പെടാം. നമസ്കാരം. ഓക്കെ, നമസ്കാരം. എന്താ പേര്? നൗഫൽ ആണ് പേര്. നൗഫൽ, നമ്മൾ എവിടുന്ന് തുടങ്ങും? മൊബൈൽസ് നമുക്ക് തുടങ്ങാം. മൊബൈൽസ് ആണ് ഇപ്പോൾ ഓഫേഴ്സ് ആണ് മെയിനായിട്ട് വരുന്നത്. സാംസങ്ങിലും ആപ്പിളിലും എല്ലാത്തിലും ഓഫേഴ്സ് ആണ് വരുന്നത് നമുക്ക് മെയിനായിട്ട്. സാംസങ്ങിന് അടിപൊളി പ്രൈസിംഗ് ഉണ്ട്, ആപ്പിളിന് പ്രൈസിംഗ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നിപ്പോ നമുക്ക് പുതിയ മോഡൽ ലോഞ്ചിങ് ആയിട്ടുണ്ട്. റെഡ്മിയുടെ ഒക്കെ പുതിയ മോഡൽസ് ഇന്ന് ലോഞ്ച് ആയിട്ടുണ്ട്. അതിൽ നമുക്ക് കേക്ക് കിട്ടിയത് അതിനകത്ത് തന്നെ അത് റെഡ്മി നോട്ട് 15 എന്ന് പറഞ്ഞ മോഡല്. പിന്നെ വേറൊരു മോഡലുണ്ട്, റിയൽമിയുടെ തന്നെ 16 Pro Plus എന്ന് പറഞ്ഞ മോഡല്. അത് പുതിയതാണോ? അതും പുതിയ മോഡൽ 16 Pro Plus. അതും ഇന്നാണ് നമുക്ക് ലോഞ്ചിങ് വരുന്നത്. ശരി. പിന്നെ നമുക്ക് ലാപ്ടോപ്പിൽ ഓഫേഴ്സ് വരുന്നുണ്ട്. നമുക്ക് ലാപ്ടോപ്സ് നോക്കി നോക്കാം. ലാപ്ടോപ്സ് വരുന്നത് നമുക്ക് ലാപ്പിലാണെങ്കിൽ നമുക്ക് ഏസറിന്റെ ലാപ്ടോപ്സ് നമുക്ക് എല്ലാ ബ്രാൻഡും നമുക്ക് അവൈലബിൾ ആണ് ലാപ്പില്. കൂട്ടുകാരെ, നമുക്ക് TV സെക്ഷൻ പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം. എന്നോട് വിശേഷമൊക്കെ? സുഖമായിരിക്കുന്നു. പേര്? ശ്രീഹരി. ശ്രീഹരി. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഓടിച്ചിട്ട് ചുരുക്കി ഒന്ന് ഇതിനെ കുറിച്ച് ഒന്ന് പറയാമോ? ഓക്കെ. ടി വി വരുമ്പം LED ടിവികൾ നമുക്ക് സൈസുകളൊക്കെ വരുന്നത് 32, 43, 55, 50, 65, 75 അതിന് മേളിലേക്കൊക്കെ ഉണ്ട്. ഇതിനകത്ത് നമുക്കിപ്പം 32 നോക്കുവാണെങ്കിൽ തന്നെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ഒരു 7,900 ആ റേഞ്ച് ഒക്കെ വരുന്നത് സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട്. TV എന്നാ സെറ്റപ്പ് നോക്കി. ഇതാണ് ഓക്സിജൻ. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ സെക്ഷൻ നമുക്ക് പരിചയപ്പെടാം. ബ്രോ, ചൂടും കാര്യങ്ങളൊക്കെ അല്ലേ? അതെ. നമുക്ക് ഈ AC നിങ്ങൾ തുടങ്ങിയാലോ? അതെ, തീർച്ചയായും AC ഉണ്ട്. നമുക്ക് AC കളൊക്കെ ബ്രാൻഡുകൾ വരുന്നത് വെച്ചാൽ ലോയിഡ് വരുന്നുണ്ട്, അതുപോലെ തന്നെ LG വരുന്നുണ്ട്, ബ്ലൂ സ്റ്റാർ വരുന്നുണ്ട്, കുറെ അധികം ബ്രാൻഡുകൾ നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിന്റെ സെക്ഷൻ കാണാൻ പോവാണ്. ശ്രീഹരി ബ്രോ, അതെ, ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. ഓക്കെ. നമുക്ക് ഫ്രിഡ്ജുകൾ എന്ന് പറയുന്നത് സിംഗിൾ ഡോർ, അതുപോലെ തന്നെ ഡബിൾ ഡോർ, പിന്നെ സൈഡ് ബൈ സൈഡ് എന്ന് പറയും. അപ്പം ഇതിനകത്ത് ഞാനിപ്പോൾ കാണിക്കുന്നതെന്ന് വെച്ചാൽ ബ്രാൻഡ് LG ആണ് വരുന്നത്. LG. ഓക്കെ, അതെ അതെ. ഇതിനകത്ത് നോക്ക് ഡോർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ വരുന്നുണ്ട്. നോക്ക് ഡോർ എന്ന് പറയുമ്പോഴത്തേക്കും ജസ്റ്റ് നമ്മൾ നോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതെ ഡിസ്പ്ലേ ഓപ്പൺ ആയിട്ട് തന്നെ അകത്തിരിക്കുന്ന സാധനങ്ങൾ നമുക്ക് വെളിയിൽ നിന്ന് തന്നെ, അതായത് ഡോർ തുറക്കാതെ തന്നെ നമുക്ക് ഉള്ളിലുള്ള സാധനങ്ങൾ തണുപ്പായോ ഇല്ലയോ എന്നുള്ളത് കാണാൻ പറ്റും. എന്തൊക്കെ പ്രോഡക്റ്റുകൾ അകത്ത് ഇരിപ്പുണ്ടെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. പിന്നെ 2 അടിക്കുന്ന ടീമുകളൊക്കെ ആണെങ്കിൽ കൂടുതലും ഓർമ്മിപ്പിക്കില്ല. അപ്പം
അടുത്തതായിട്ട് നമ്മൾ ശ്രീഹരി ബ്രോ ഞാനും കൂടെ പരിചയപ്പെടുത്തുന്ന സ്ത്രീകൾക്ക് ഒരു വലിയ ആശ്വാസം. ഓക്കെ, നമുക്ക് വാഷിംഗ് മെഷീൻ എന്ന് പറയുന്നത് 3 ടൈപ്പുകളാണ് വരുന്നത്. അതായത് സെമി ഓട്ടോമാറ്റിക് വരുന്നുണ്ട്, ഫുൾ ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് വരുന്നുണ്ട്, പിന്നെ ഫ്രണ്ട് ലോഡ് വരുന്നുണ്ട്. അതിനകത്ത് നമുക്ക് സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് സെമി ഓട്ടോമാറ്റിക് വരുമ്പോഴത്തേന് 7 സംതിങ് തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. ഇപ്പം തിരക്കേറിയ ജീവിതമുള്ള അങ്ങനത്തെ ലൈഫ് നോക്കുന്നവരാണെങ്കിൽ ഇപ്പം എന്താ പറയുക, രാവിലെ അത്ര ബിസിയാണ്, നമുക്ക് ചെയ്യാൻ ടൈമുകൾ വരുന്നില്ല, വൈകുന്നേരം വരുമ്പോൾ ലേറ്റ് ആവും, ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വൈഫൈ ഓപ്ഷൻ എന്ന് വെച്ചാൽ നമുക്കിപ്പം രാവിലെ ആ തുണികളൊക്കെ ഒന്ന് ജസ്റ്റ് വാഷിംഗ് മെഷീനൊക്കെ എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ മെയിൻ സ്വിച്ച് ഓൺ ആയിരിക്കണം, വൈഫൈ വീട്ടിൽ കാണണം. ഇത്രയും പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ നമുക്ക് ഓഫീസിൽ ഫ്രീ ആയിട്ടുള്ള ടൈമിൽ പോലും ഇരുന്നിട്ട് അവിടെ ഇരുന്ന് വാഷ് ചെയ്യാൻ പറ്റും. മെയിൻ ആയിട്ട് കിച്ചൺ ഐറ്റംസ് ആണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അടുക്കള ഐറ്റംസ്. ആഹാ, എന്താ രസം! ഞാൻ തിളക്കമൊക്കെ നോക്കി എന്റെ പൊന്നേ, എനിക്ക് വയ്യ. ജിമ്മിൽ പോകുന്നുണ്ടോ? അപ്പൊ ചേട്ടായിയുടെ പേര് ദിലീപ്. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഈ കിച്ചൺ അപ്ലയൻസസ് ഒന്ന് പരിചയപ്പെടുത്തി തരാമോ? തീർച്ചയായും. അപ്പോ എങ്ങോട്ടാ പോട്ടെ? അങ്ങോട്ട് പോവാം. മിക്സ് ചെയ്യാൻ തുടങ്ങാം അല്ലേ? തീർച്ചയായിട്ടും. മിക്സി വരുമ്പോഴത്തേനും നമുക്ക് വരുന്ന എമൗണ്ട് ഓഫർ സ്റ്റാർട്ടിങ് വരുന്ന 2799. സ്റ്റാർട്ടിങ് ആ ഒരു റേഞ്ച് മുതൽ നമുക്ക് കിടക്കുവാണ്. 600 വാട്ട്സ്, 750 വാട്ട്സ്, 900 എന്ന് വേണ്ട 1000 വാട്ട്സ് വരെയുള്ള ബ്രാൻഡുകളും കാര്യങ്ങളും ഒക്കെ മെയിൻ ബ്രാൻഡുകളെല്ലാം തന്നെ ഉണ്ട്. വരുന്ന പറഞ്ഞാൽ പ്രീതി ഉണ്ട്, വീഗാർഡ്, സുജാത, ഹാവൽസ്, ഏറ്റവും സെഡ് ബ്രാൻഡുകൾ നമ്മൾ ഉണ്ട്. നമ്മുടെ കുതിരവട്ട പോപ്പ് ചേട്ടനില്ലേ, അദ്ദേഹത്തിന്റെ ശബ്ദവും മിക്സഡ് ശബ്ദവും ചെറിയൊരു സാമ്യമുണ്ട്. നോക്കാം, ഇതിങ്ങനെ കറക്കുവാണെങ്കിൽ. വീട്ടിൽ ജോലിക്കാർ ആവശ്യമായി വരുന്നില്ല. ആവശ്യം വരുന്നില്ല. ഏത് മുക്കും മൂലയിലും പോയി തന്നെ ഓട്ടോ ആയിട്ട് ക്ലീനിങ് കാര്യങ്ങളെല്ലാം പക്ക പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കും. അപ്പൊ കൂട്ടുകാരെ, ഇത് കണ്ടോ, ഗ്യാസ് സ്റ്റവിന്റെ ഒരു നീണ്ട ക്യൂ ആണ്. ദിലീപേട്ടാ, കൂട്ടുകാരെ, 199 രൂപയ്ക്ക് അപ്പച്ചട്ടികളുടെ ഒരു പ്രവാഹം. ഓക്സിജന്റെ പുതിയ പുതിയ അപ്ഡേഷനുകളുമായി ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ്. കൂട്ടുകാരെ, നമ്മളിങ്ങനെ ചങ്ങനാശ്ശേരിയിലൂടെ യാത്ര കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു വിദ്യാലയം നിങ്ങളെ പരിചയപ്പെടുത്താതിരിക്കാൻ പറ്റത്തില്ല. കാരണം കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു വിദ്യാലയമാണ് ചങ്ങനാശ്ശേരിയിലെ SB കോളേജ്. കണ്ടോ, ഒരുപാട് വലിയ വലിയ ആൾക്കാർ പഠിച്ചിറങ്ങി ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ആൾക്കാരാണ്. വിദ്യ എന്ന് പറയുന്നത് വിദ്യാഭ്യാസം നൽകുന്ന ഏറ്റവും നല്ല ചങ്ങനാശ്ശേരി കോളേജാണ് SB കോളേജ്. അപ്പോൾ നമുക്ക് കുറച്ച് കൂട്ടുകാരെ പരിചയപ്പെടാം. കുസൃതി ചോദ്യങ്ങളും സമ്മാനങ്ങളൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ അടിച്ചു പൊളിക്കാം. എന്ത് ഇവിടെ പഠിക്കുന്നതാണോ? SB കോളേജ് പഠിക്കുന്നതാണോ? അതെ, ആണ്. അപ്പോൾ നമ്മൾ ട്രാവലിംഗ് തോട്ട്സ് എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലിൻ്റെ വർക്കുമായിട്ട് വന്നതാണ്. ഒരു കുസൃതി ചോദ്യം ചോദിക്കും, അതിന് കറക്റ്റ് ഉത്തരം പറഞ്ഞാൽ വീട്ടുകാർക്ക് സമാധാനം ഉണ്ട്. എന്താണെന്നറിയോ? 1.5 ആഴ്ച അവർക്ക് പലചരക്കടയിൽ പോകണ്ട. കാരണം അതിനുള്ള അടുക്കള സാധനങ്ങൾ നമ്മൾ സമ്മാനമായിട്ട് തരും. ചോദ്യം ചോദിക്കാൻ പോവാണ്. ചോദ്യം കറക്റ്റ് ഉത്തരം പറഞ്ഞ പ്രേക്ഷകരെ നമ്മൾ കിടക്കാൻ സമ്മതം കൊടുക്കുവാണ്. എന്റെ അത്തിപ്പ റമ്പച്ചി, ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിഷമം അനുഭവിക്കുന്ന രാജ്യം ഏതാണ്? അഭിഷേക് പറ. അറിയത്തില്ല. വിശാഖപട്ടണം. ഏറ്റവും കൂടുതൽ വിഷമം വിശാഖപട്ടണം അല്ല, തെറ്റിപ്പോയി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ എന്താ SB കോളേജ് ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. എടുത്തോ, ഒരു കുഴപ്പമില്ല. അപ്പൊ നമ്മൾ ചോദ്യം ചോദിക്കാൻ പോവാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിഷമം അനുഭവിക്കുന്ന രാജ്യത്തിന്റെ പേര്. ആ രാജ്യത്തിന്റെ പേരിൽ തന്നെ വിഷമമുണ്ട്. പറ. സ്ഥലമല്ല, രാജ്യം. വിഷമമുള്ള രാജ്യമാണ് നമ്മൾ ചോദിച്ചത്. ആ പേര് തന്നെ വിഷമമുണ്ട്. അറിയാതെ ആദ്യം കൈ വെക്കണം. പേര് പറയല് ഒരുപാട് ഒരുമിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ആവും. പറയാമോ? അറിയാതെ ആദ്യം കൈവെക്ക്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിഷമം, അതായത് വിഷമം അനുഭവിക്കുന്ന രാജ്യം. ആ രാജ്യത്തിന്റെ പേരിൽ തന്നെ വിഷമമുണ്ട്. ചങ്ങനാശ്ശേരി അല്ല, രാജ്യം. അപ്പോ നമ്മുടെ കൂട്ടുകാരി ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. ബസ് വന്ന് പോകാൻ സമയമായി. എന്താ പോളുടെ പേര്? നവമി. അപ്പൊ ഉത്തരം എന്തുവാ? സ്പെയിൻ. കറക്റ്റ് ഉത്തരപ്പത്തിനൊപ്പം മൈസൂർ ഗോൾഡ് നൽകുന്ന മോദിനിയുടെ സമ്മാനം. പൊക്കോ. ഹലോ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ ചങ്ങനാശ്ശേരിയുടെ കാഴ്ചകളിലൂടെ ഇങ്ങനെ പോകുമ്പോൾ എന്റെ കണ്ണിൽ ഒരു സംഭവം വിട്ടു. എന്താണെന്നറിയോ? ഒരു വനിത ഒറ്റയ്ക്ക് പടപൊരുതി വിജയിപ്പിച്ച ഒരു സ്ഥാപനം. ആ സ്ഥാപനത്തിന്റെ പേര് ഞാൻ പറയുന്നതിനേക്കല്ല, നിങ്ങൾ കാണ്. ക്വീൻസ് സ്റ്റിച്ചിങ്, അതായത് തയ്യൽക്കട. തയ്യൽക്കട നമ്മൾ കാണുമ്പോൾ അവർക്ക് ചെറുതാണ്, ഒന്നുമല്ല. നമുക്ക് അവിടുത്തെ ഷേർലി ചേച്ചിയെ പരിചയപ്പെടാം, അവിടുത്തെ വ്യാപാരം പരിചയപ്പെടാം. പിന്നെ വേറെ ഉണ്ട്, ഇത് മാത്രമല്ല വേറെ ഉണ്ട്. വാ ഷേർലി ചേച്ചി, നമസ്കാരം. എന്നാണ് വിശേഷം? സുഖമായിട്ടിരിക്കുന്നത്. കൂട്ടുകാരെ, ഇതാണ് ഞാൻ പറഞ്ഞ ഷേർലി ചേച്ചി, നമ്മുടെ റാണി ക്യൂൻസ് അല്ലേ? ഈ ക്യൂൻസ് പേരിടാൻ കാരണം എന്നാന്നേ?
ഒരു വില നടത്തുന്ന ഒരു സംരംഭമായതുകൊണ്ട് അവൻ അങ്ങനെ ഒരു പേരിട്ടതാണ്. ഓക്കെ, ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ കൂട്ടുകാരോടൊന്ന് പറയാമോ? നമ്മളിവിടെ 16 വർഷമായിട്ട് ഉള്ള കടയാണ്. 16 വർഷമായിട്ടുള്ള കടയാണ്. നമ്മൾ ഒറ്റയ്ക്കാണ് നടത്തുന്നത്. പിന്നെ ഇവിടെ 1 hour സ്റ്റിച്ചിങ് ഉണ്ട്. പിന്നെ എല്ലാ 1 hour സ്റ്റിച്ചിങ് എന്ന് പറയുമ്പോൾ 1 മണിക്കൂർ കൊണ്ട് നമ്മൾ ബ്ലൗസ് തയ്ച്ചു കൊടുക്കും. അപ്പം പിന്നെ ഏത് ഡിസൈനും ഏത് പാറ്റേണും എല്ലാം ചെയ്തു കൊടുക്കും പറയുന്ന സമയത്ത്. ലേഡീസിന് മാത്രമേ ഉള്ളൂ? ലേഡീസിന് മാത്രമേ ഉള്ളൂ. അപ്പം ഇവിടെ എത്ര സ്റ്റാഫുകൾ? ഇവിടെ നമുക്ക് 2 സ്റ്റാഫേ ഉള്ളൂ. നമുക്ക് വേറൊരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിലോട്ട് നമ്മൾ പോകുന്നുണ്ട്. വേറെ സ്ഥാപനമുണ്ട്, അത് ഇതിലും കിടക്കാച്ചി. ഓക്കെ, ഇത് എന്റെ ആങ്ങളുടെ മോനെ. പേരെന്നാ? ജിനോ. ഇത് നമ്മുടെ ജിനോ കൂട്ടൻ. ഇദ്ദേഹമാണ് കൂട്ടത്തിലൊരു ശക്തിയായിട്ട് കൂട്ടത്തിൽ നിൽക്കുന്നത്. അപ്പൊ ചേച്ചി, ഇവിടുത്തെ കാഴ്ചകൾ ഇത്രേ ഉള്ളൂ. നമുക്ക് വേറൊരു കടയുണ്ടല്ലോ, നമുക്ക് പ്രേക്ഷകർക്ക് കൂടെ അങ്ങോട്ട് പോയാലോ? ഇപ്പൊ പോവേ. എന്റെ പേര് മോളിയമ്മ. അങ്ങളെ സണ്ണിച്ചൻ. ഇവിടെ വരാൻ കാരണം? ഇവിടെ ഞങ്ങൾ വർഷങ്ങളായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. തയ്യലൊന്നും വലിയ കുഴപ്പമില്ല, നല്ലതായിട്ട് പോകും. പറഞ്ഞ സമയത്ത് കറക്റ്റായിട്ട് സ്റ്റിച്ച് സമയത്ത് കിട്ടുന്നുണ്ട്, നല്ലതായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, ശരിയാണോ ആന്റി പറഞ്ഞത്? ഓക്കെ ആണോ? അപ്പൊ കൂട്ടുകാരെ, നമുക്ക് കസ്റ്റമേഴ്സിന്റെ ബഹളമാണ് ഇവിടെ. ഇത് നമുക്ക് പുതിയൊരു കസ്റ്റമറിനെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ വന്ന് സ്ഥിരമായിട്ട് വരുന്നതാണോ? അതെ, സ്ഥിരമായിട്ട് കൊടുക്കുന്ന പേരെന്നാ? ക്രിസ്റ്റി. ചങ്ങനാശ്ശേരിക്കാരിയാണ്. സ്ഥിരമായിട്ട് ഇവിടെ വരുന്നത്. എന്റെയും അമ്മയുടെയും ഇവിടെ തന്നെ ഇതാക്കിയാൻ കൊടുക്കുന്നത്. ഓക്കെ, ഇവിടെ വരാനുള്ള കാരണം ഒരു ഇഷ്ടം കാണുമല്ലോ, എന്തുവാ? അത് കറക്റ്റ് ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് പറയുന്ന പോലെ തന്നെ ചെയ്യും. കറക്റ്റ് സമയത്തും കിട്ടും. അപ്പൊ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മള് ക്വീൻസ് സ്റ്റിച്ചിങ് സെന്റർ, അതായത് നമ്മുടെ ഷേർലിച്ചേരി സ്റ്റിച്ചിങ് സെന്റർ വേറെ രണ്ടാമതൊരു കടയിലോട്ട് നമ്മൾ പോവാണ്. നല്ല വൈബാണ് ചങ്ങനാശ്ശേരി. അപ്പൊ അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് കാണാം. അടിപൊളി ഇതുണ്ടാവും. പിന്നെ ആ രസം നോക്കി, ഭയങ്കര തിരക്കാ. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമ്മുടെ ഷേർലി ചേച്ചിയുടെ ക്വീൻസ് സ്റ്റിച്ചിങ് സെന്റർ, അതായത് നമ്മുടെ ചങ്ങനാശ്ശേരിയുടെ SP കോളേജിന്റെ തൊട്ട് പുറകിലാണ്. നമുക്ക് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും അറിയാം. വാ, ഞാൻ പറഞ്ഞാൽ രണ്ടാമത്തെ കട കാണിക്കാതെ വാ. അപ്പൊ കൂട്ടുകാരെ, നമ്മള് ഷേർലി ചേച്ചിയുടെ രണ്ടാമത്തെ സ്ഥാപനത്തിലേക്ക് വന്നിരിക്കുകയാണ്, ക്വീൻസ് അല്ലേ ചേച്ചി? നമ്മുടെ പ്രേക്ഷകർ ഇതെല്ലാം കണ്ടു. ഒരുപാട് വർക്കുകൾ നടക്കുന്നുണ്ട്. ഒരുപാട് ഇതാണ്ട് നിൽക്കുന്നത് ഉണ്ടെന്നേ ഉള്ളു. നല്ല തയ്യൽക്കാരനാണ് ചേട്ടാ. എന്നെ പേര് പ്രസാദ് ചേട്ടൻ. ഇതേ ഹായ്. ഇതേ ചേച്ചിയുണ്ട്. അപ്പൊ ചേച്ചി, നമ്മളിവിടെ വന്നു. ചേച്ചി ഒരു കലാകാരിയാന്ന് ആദ്യം നമുക്ക് മനസ്സിലായി. പ്രേക്ഷകർക്ക് പറയാം വലിയൊരു കലാകാരി. അതിനുള്ള തെളിവുകളൊക്കെ നിങ്ങളെ കാണിക്കാം. ഇവിടുന്ന് ഒരുപാട് ഡ്രസ്സ് തയ്ച്ച്, വെറൈറ്റി ഡ്രസ്സ് തയ്ച്ച് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന്. നമ്മള് യൂറോപ്പ് കൺട്രിയിലൊക്കെ നമ്മള് കൊറിയർ സർവീസ് ഉണ്ട്. നമുക്ക് കൊറിയർ സർവീസ് ഉണ്ട്. നോട്ട് ദ പോയിന്റ്. മെഷർമെന്റ് തന്നേച്ച് പോയി കഴിഞ്ഞാൽ നമ്മള് കൊറിയർ ചെയ്തവർക്ക് കൊടുക്കും. UK, USA, ഓസ്ട്രേലിയ, കുറെ കസ്റ്റമർ ഉണ്ട്. അതായത് അവർ ഇങ്ങോട്ട് വിളിച്ചിട്ട് നമ്മുടെ വർക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് വിളിച്ചിട്ട് ഇവിടെ വന്ന് ഇഷ്ടപ്പെട്ടിട്ട് അവര് നമുക്ക് പിന്നെ പറയും, മെഷർമെന്റ് വിട്ടുതരും. ഞങ്ങള് നമുക്ക് ഓൺലൈൻ അവര് തുണി ഇവിടെ വരുത്തി തരും. വരുന്ന വഴിക്ക് ഒരു വണ്ടി പോകുന്ന കണ്ടായിരുന്നു, ക്വീൻസ് സ്റ്റിച്ചിങ്. കൊറിയർ സർവീസ് കൊറിയർ സർവീസ് ഉണ്ട് നമുക്ക്. പിന്നെ നമ്മള് ബ്രൈഡ് മെയ്ഡ്സിന്റെ ഫ്രോക്കുകളെ കാണിക്കോ. ഇത് ഹോളി കമ്മ്യൂണിയന്റെ, അതായത് ആദ്യ കുർബാന സ്വീകരണത്തിന്റെ ഫ്രോക്കുകൾ നമ്മൾ ചെയ്തു കൊടുക്കും. പിന്നെ ബ്രൈഡ് മെയ്ഡ്സിന്റെ ഫ്രോക്കുകളെ അല്ലാതെ എല്ലാ തരം ഫ്രോക്കുകളും, എല്ലാ മോഡലും, എല്ലാ വെറൈറ്റികളും നമ്മള് ചുരിദാർ. ഞാൻ ഈ സംഭവം എന്നാ ഇത് നമ്മൾ ആരി വർക്ക് ചെയ്യുന്നതിന്റെ ഫ്രെയിമാണ്. നമ്മൾ ഇതുപോലെ വർക്കുകൾ, കല്ല് വെഡിങ് ബ്ലൗസിനൊക്കെ ഇതുപോലെ വർക്കുകളൊക്കെ ചെയ്തു കൊടുക്കും. ഇവിടെ എല്ലാം ചെയ്യുന്നത് നമ്മൾ ചെന്നൈയിൽ നിന്ന് എടുക്കുന്ന ബീഡ്സുകളാണിത്. നമ്മള് ബ്ലൗസിനൊക്കെ വർക്ക് ചെയ്യാനും ചുരിദാറിനൊക്കെ വർക്ക് ചെയ്യാനും ഒക്കെ വേണ്ടി ഇവിടെ ആൾക്കാരെ എത്തി ചെയ്യിപ്പിക്കുന്നതാണ്. അതുപോലെ ഞാൻ വേറൊരു കാര്യം പറഞ്ഞു, ഏത് പാതിരാത്രിക്കാണെങ്കിലും ഏത് ഓർഡർ കൊടുത്താലും കറക്റ്റ് പറയുന്ന സമയത്ത് അത് എക്സ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതൊക്കെ രാജ്യം? ഓസ്ട്രേലിയ, UK, USA. എന്റെ പ്രേക്ഷകരെ കേട്ടോ, ഓസ്ട്രേലിയ, അമേരിക്ക, UK അവിടെ ഒക്കെ ഉണ്ട്. എന്നിരുന്നാലും ഇതിന്റെ ഒരു ബലം എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാഫ് തന്നെയാണ്. സ്റ്റാഫുകളാണ്. പിന്നെ വേറെ നമ്മുടെ നെടുന്തൂടം എന്ന് പറയുന്ന അവരാണ്. ഹോം ഡെലിവറി ഉണ്ടല്ലോ. നമ്മള് 1 hour തയ്ച്ചിട്ട് നമുക്ക് അവർക്ക് വരാൻ രാത്രിയായി, ഇപ്പം 6 മണിക്കായിരിക്കും അല്ലെ 7 മണിക്കായിരിക്കും കൊണ്ട് ബ്ലൗസ് തയ്ച്ചിട്ട് വരാവുന്ന. അപ്പൊ നമ്മൾ അവരുടെ വീട്ടിൽ കൊണ്ട് സർവീസ് ചെയ്ത് കൊടുക്കും. തയ്ച്ചു കൊണ്ട് അവരുടെ വീടുകളിൽ കൊണ്ട് കൊടുക്കും. അപ്പൊ
പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ ഷേർലി ചേച്ചിയുടെ കടകൾ, അതായത് ക്വീൻസ് സ്റ്റിച്ചിങ് കടകൾ കണ്ടു. ഒന്നാമത്തെ കട കണ്ടു, രണ്ടാമത്തെ കട കണ്ടു, ഇനി ഒരുപാട് കടകൾ വരാൻ കിടക്കുന്നേ ഉള്ളൂ. ഇത് പുതുക്കി പണിയാൻ പോവല്ലേ? പുതുക്കി പണിയാനായിട്ട് പോവാണ്, റിനോവേറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ റിനോവേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പം ഈ ഷേർലി ചേച്ചിയുടെ ഈ സ്റ്റിച്ചിങ് സെന്ററുമായിട്ട് ബന്ധപ്പെടാനുള്ള നമ്പർ നമ്മൾ ഇങ്ങനെ താഴെ കൂടി ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് തരും. എന്നിരുന്നാലും ഒരുപാട് വിജയങ്ങൾ ഈ ക്വീൻസ് എന്ന് പറഞ്ഞ ക്വീൻസ് റാണി. അപ്പൊ വലിയൊരു സ്റ്റിച്ചിങ്ങിന്റെ റാണിയെ മാറട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ വിജയാശംസകളും. പ്രേക്ഷകരെ, അടിപൊളി. കൂട്ടുകാരെ, ഏകദേശം വൈകുന്നേരമായി. അപ്പൊ വൈകുന്നേരത്ത് തുറക്കുന്ന ഒരു കടയുണ്ട്, അതാണ് തട്ടുകട. അപ്പൊ ഇവിടെ ഒരു തട്ടുകടയുണ്ട്. ചേട്ടന്മാരൊക്കെ ഭയങ്കര തിരക്കിലാണ്, മാവ് കലക്കുന്നു, മുട്ടയെടുത്തെടുക്കുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് അവരോട്, ചങ്ങനാശ്ശേരിക്കാരാണോ? ചങ്ങനാശ്ശേരിക്കാരായിരിക്കുമല്ലോ, അല്ല ഇവിടെ തട്ടുകട കൊടുക്കത്തില്ല. അപ്പൊ നമുക്ക് അവരോട് ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും, അവരുടെ ഒരുപാട് ആൾക്കാർ വന്നു കൂടുന്ന സ്ഥലമാണ് തട്ടുകട. കുറേ സംസാരങ്ങളൊക്കെ, രാഷ്ട്രീയമുണ്ട്, പാട്ടുണ്ട്, എല്ലാം ഉണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ചോദിക്കാം. വാ. ഇത് നമ്മുടെ ചേട്ടയുടെ തട്ടുകടയാണോ? അതെ. പേരെന്നാ? ബാബു. ഇത് നമ്മുടെ ബാബു ചേട്ടയുടെ തട്ടുകടയാണ്. ബാബു ചേട്ടാ, എത്ര വർഷമായി ഇവിടെ? 34 വർഷമായി. 34 വർഷമായിട്ട് കടയുണ്ടോ? ഈ കടയുണ്ട്. 34 വർഷമായിട്ട് തട്ടുകട നടത്തുന്ന നമ്മുടെ ബാബു ചേട്ടൻ, ചങ്ങനാശ്ശേരിക്കാരൻ. ഈ ചങ്ങനാശ്ശേരിയെ കുറിച്ച്, ഇവിടെ വരുന്ന ആൾക്കാരെ കുറിച്ച്, ചങ്ങനാശ്ശേരിക്കാരെ കുറിച്ച് ഇതിനോട് വാക്ക് പറഞ്ഞേ. ഞാൻ പറയാനാ, ചങ്ങനാശ്ശേരിക്കാര് നല്ല ആൾക്കാരാണ്. ബാബു ചേട്ടനെ പോലെ. ഈ ചിരി കണ്ടോ? ഒരു ചിരി കണ്ടാൽ അത് മതി. ഇവിടെ ദോശ, ഓംപ്ലേറ്റ്, അതാണ് ഏറ്റവും കൂടുതൽ പോകുന്നത്. പൊറോട്ട, ചിക്കൻ കറി, ബീഫ് കറി, എല്ലാം ഉണ്ട്. അടിപൊളി ഫുഡ്, അടിപൊളി നാട്ടുകാര്. ചങ്ങനാശ്ശേരി എങ്ങനെയുണ്ട്? അടിപൊളി. ഒരു സെക്കൻഡ്, എസ് പി കോളേജിലാണോ പഠിക്കുന്നത്? എന്റെ പേര് അർജുൻ. എങ്ങനെയുണ്ട് എസ് പി കോളേജ്? കുഴപ്പമില്ല. ചങ്ങനാശ്ശേരിക്കാരനാണോ? അല്ല, പിന്നെ മലപ്പുറം. ഇവിടെ വന്ന് താമസിച്ച് പഠിക്കുക? ഹോസ്റ്റലില്. എന്തോ പേര്? നന്ദന. എവിടെ? ഞാൻ കോഴിക്കോട്. അപ്പൊ എങ്ങനെയുണ്ട് എസ് പി കോളേജ്? എങ്ങനെയുണ്ട് ചങ്ങനാശ്ശേരി? അടിപൊളിയാണോ? എങ്ങനെയുണ്ട് അർജുൻ? നല്ല പേരൊക്കെ, ഭയങ്കര ഇഷ്ടമുള്ള പേര് അർജുനൻ. എങ്ങനെയുണ്ട് ചങ്ങനാശ്ശേരി? കുഴപ്പമില്ല. അപ്പൊ വീട്ടിലൊക്കെ പോകുന്ന ഇപ്പൊ? വീട്ടില് വീക്കെൻഡ്സിന് പോകും. അടിപൊളി. അത് നമ്മുടെ ട്രാവലിംഗ് ടോക്സ് എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു യൂട്യൂബ് ചാനലാണ്. ശരി. ഒരുപാട് സന്തോഷം നിങ്ങളെ പരിചയപ്പെടാൻ സാധിച്ചാല്. എന്റെ പിന്നെ ഇങ്ങനെ നടന്ന് ചങ്ങനാശ്ശേരിക്കാർ വിടുന്നില്ലെന്ന്. ഇങ്ങനെ വന്നപ്പോ ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ അങ്ങൂന്ന് പോക്കറ്റിലൊക്കെ ആയിട്ട് ഒരു ആചാര ബാഹു മനുഷ്യൻ ചിരിച്ചോണ്ടിരിക്കുക. ഇങ്ങനെ വന്നേ പോവല്ലേ? എവിടെ പോവാ? എക്സ് മിലിറ്ററി ആണോ? നമുക്കൊരു എക്സ് മിലിറ്ററി ചേട്ടനെ കിട്ടിയിട്ടുണ്ട്. യുദ്ധത്തിലൊക്കെ നമുക്ക് എടുത്തിട്ടുണ്ടോ? എന്താ പേര്? അത് പറ. സിബിജായ. ഇവിടെ തന്നെയാണ് വീട്? അല്ല, കാവാലം, ആലപ്പുഴ. ചങ്ങനാശ്ശേരി ഇപ്പൊ ഇവിടെ ജോലിക്ക് വേണ്ടി വന്നതാണ്. എങ്ങനെയുണ്ട് ചങ്ങനാശ്ശേരി? കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാതെ കാര്യമായിട്ട് പറ. കുഴപ്പമില്ല, കുറെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. അല്ല, അതങ്ങനെ ഉറക്കെ പറ. ഒരു പട്ടാളക്കാരനാണോ ഇങ്ങനെ? കുഴപ്പമില്ല. ഈ നമ്മുടെ താല്പര്യമില്ല കൊച്ചു പറയാൻ ചേട്ടാ പറയും കുഴപ്പമില്ല. അങ്ങനെയാണോ? കുഴപ്പമില്ല, അങ്ങനെ ഒച്ചത്തിൽ പറഞ്ഞേ. ചങ്ങനാശ്ശേരി അടിപൊളിയാണോ? അടിപൊളി. അങ്ങനെ. അപ്പൊ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ ട്രാവലിംഗ് ഡോട്ട്സിന്റെ ചങ്ങനാശ്ശേരി കാഴ്ചകൾ എപ്പിസോഡ് 5 നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എന്നിരുന്നാലും പുതിയ കാഴ്ചകളുമായി, രസങ്ങളുമായി, കുസൃതി ചോദ്യങ്ങളുമായി ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തുന്നതാണ്. അപ്പോ സുലാൻ.